ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗോള പ്രസിഡന്റുമായി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും. മുംബൈയിൽ നടക്കുന്ന വേവ്സ് ഉച്ചകോടിയുടെ 3ാം ദിവസമായ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ദേശീയ സമ്മേളനം നടക്കും. രാജ്യത്തെ ലഹരിമുക്തമാക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറിയും പുകയുമുണ്ടായ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 38 റൺ ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അംഗോള പ്രസിഡന്റ് ജോവോ മാനുവൽ ഗൊൺസാൽവസ് ലൊറൻസോയുമായി പ്രതിനിധിതല ചർച്ച നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി അംഗോള പ്രസിഡന്റ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്. അംഗോള പ്രസിഡന്റ് ലോറൻസോയ്ക്ക് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകും. 38 വർഷങ്ങൾക്കു ശേഷമാണ് ഒരു അംഗോള പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 40ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നിക്ഷേപ വാണിജ്യ ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രസിഡന്റ് ലോറൻസോ പങ്കെടുക്കും. ഇന്ത്യയും അംഗോളയും വർഷങ്ങളായി ഊഷ്മളവും സൌഹാർദ്ദപരവുമായ ബന്ധം പുലർത്തുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 2023-24 കാലയളവിൽ ഉഭയകക്ഷി വ്യാപാരം $4.192 ബില്യൺ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ വിവിധ ബഹുരാഷ്ട്ര വേദികളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാജ്യത്തെ ലഹരിമുക്തമാക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 4 മാസം നീണ്ട ശ്രമത്തിലൂടെ 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 547 കോടി രൂപയുടെ ലഹരി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1 മുംബൈയിൽ സമാപനം. അനിമേഷൻ, ഗെയിമിംഗ്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ചലച്ചിത്ര നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ 32 വിജയികളെ പരിപാടിയിൽ ആദരിച്ചു. സർഗാത്മകതയ്ക്കുള്ള അംഗീകാരമാണ് ഈ പരിപാടിയെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. कई देशों के मंत्री यहाँ पे प्रेजेंट हैं. करीब 60 देशों से पार्टिसिपेशन हुआ है और इसमें सभी ने इस तरह के आयोजन को सराहा है. हम सब जानते हैं कि वर्ल्ड इकोनॉमिक फोरम भी कभी एक बहुत छोटे से तरीके से स्टार्ट हुई थी. वर्ल्ड ऑडियो विजुअल एंटरटेनमेंट समिट एक अच्छी शुरुआत हुई है जिससे कि मीडिया और एंटरटेनमेंट के पूरे जगत में एक ये बड़ा बेंचमार्क बनेगा. नौजवानों में खासकर बहुत इंटरेस्ट है. दिस काइंड ऑफ प्लेटफॉर्म वाज नीडेड फॉर मेनी इयर्स. 60 രാജ്യങ്ങളിൽ നിന്നുള്ള 1100 മത്സരാർത്ഥികൾ ഉൾപ്പെടെ 1 ലക്ഷത്തിലധികം പേരാണ് ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1 രജിസ്റ്റർ ചെയ്തത്. വേവ്സ് ഉച്ചകോടിയിൽ ലൈവ് ഇവന്റ്സ് ഇക്കോണമി എ സ്ട്രാറ്റജിക് ഗ്രോത്ത് ഇംപെറേറ്റീവ് എന്ന പേരിലുള്ള ഇന്ത്യയുടെ ധവളപത്രം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് പുറത്തിറക്കും. ലൈവ് എന്റർടൈൻമെന്റ് വ്യവസായത്തിന്റെ വളർച്ചാ പാതകൾ, തന്ത്രപരമായ ശുപാർശകൾ എന്നിവയുടെ സമഗ്രമായ വിശകലനമാണ് ധവളപത്രത്തിലുള്ളത്. വേവ്സ് 2025 കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ലീഗൽ കറൻസ് 2025 ഇന്ത്യൻ മാധ്യമ വിനോദ മേഖലയിലെ നിയന്ത്രണ ചട്ടക്കൂട്ടുകളുടെ കൈപ്പുസ്തകം ഇന്ന് പുറത്തിറക്കും. മാധ്യമ വിനോദ മേഖലയെക്കുറിച്ചുള്ള ആധികാരികവും സമഗ്രവുമായ വിവരങ്ങളുടെ ആവശ്യകതയുടെ ഭാഗമായാണ് ഇത്. മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യശ്രവ്യ ഉച്ചകോടിയുടെ 3ാം ദിവസമായ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ദേശീയ സമ്മേളനം നടക്കും. നയങ്ങൾ, ഏറ്റവും പുതിയ ട്രെൻഡുകൾ, കമ്മ്യൂണിറ്റി റേഡിയോകൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയവ ചർച്ചയാകും. കമ്മ്യൂണിറ്റി റേഡിയോയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള വേദി കൂടിയാകും ഈ പരിപാടി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനുമായി ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. രണ്ടായിരത്തി 24-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ $824.9 ബില്യൺ എത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മുൻ വർഷത്തേക്കാൾ 6.01% വളർച്ചയാണ് ഇതെന്ന് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സേവന കയറ്റുമതിയാണ് ഈ കുതിച്ചുചാട്ടത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1000-ലേറെ സംരംഭകർ പങ്കെടുക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രുചി വൈവിധ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭക്ഷ്യമേള, ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറിയും പുകയും ഉണ്ടായ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ഇന്നലെ രാത്രി നടന്ന സംഭവം ഇലക്ട്രിക്കൽ ഫയറാണെന്നാണ് നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വെള്ളിമാടുകുന്നിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പുക നിയന്ത്രണ വിധേയമാക്കിയത്. ഇലക്ട്രിക്കൽ ഫയറാണെന്നാണ് പ്രാഥമികമായ നിഗമനം. രോഗികളെ പഴയ ബ്ലോക്കിലേക്ക് മാറ്റി. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ UPS റൂമിൽ പുക കണ്ട സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവരെ സുരക്ഷിതമായി മറ്റു സ്ഥലത്തേക്ക് മാറ്റാനും നിർദ്ദേശം നൽകി. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആദ്യ ദേശീയ മധ്യസ്ഥത സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ എന്നിവരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. നിയമ മന്ത്രാലയവുമായി സഹകരിച്ച് ഇന്ത്യൻ അറ്റോർണി ജനറലിന്റെ ഓഫീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 38 റൺസിന് പരാജയപ്പെടുത്തി. ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 224 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി 7:30 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഇന്ത്യയും ഡെൻമാർക്കും തമ്മിലുള്ള ഊർജ്ജ സഹകരണം തുടരുന്നതിനുള്ള ധാരണാപത്രം പുതുക്കി. 2070ഓടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ ധാരണാപത്രം. സുസ്ഥിര ഊർജ്ജ മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി ഉൾക്കൊള്ളിക്കാനും ധാരണാപത്രം ലക്ഷ്യമിടുന്നു. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവയ്പിന് തിരിച്ചടി നൽകി ഇന്ത്യൻ സേന. ജമ്മുകശ്മീരിലെ കുപ്വാര, ഉറി, അഖ്നൂർ പ്രദേശങ്ങളിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവച്ചത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ സംസ്ഥാനത്ത് ഉടനീളം പെയ്ത കനത്ത മഴയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കേരളത്തിൽ ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഈ മാസം 15-നകം മൈക്രോ പ്ലാൻ തയ്യാറാക്കണമെന്നും പേവിഷം പ്രതിരോധ വാക്സിനുകളുടെ ഗുണഫലവും ലഭ്യതയും എല്ലായിടത്തും ഉറപ്പാക്കണമെന്നും ശ്രീമതി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഖേലോ ഇന്ത്യ 7ാം പതിപ്പിന് ബീഹാറിലെ പട്നയിൽ നാളെ തുടക്കമാകും. 6 നഗരങ്ങളിലായാണ് മത്സരവേദികൾ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഈ മാസം 15 വരെ നടക്കുന്ന ഖേലോ ഇന്ത്യയിൽ 28 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 1000 കോടി രൂപയുടെ കടപത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം മെയ് 6-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ കുബേർ സംവിധാനം വഴി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്കോള പ്രസിഡന്റുമായി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും. മുംബൈയിൽ നടക്കുന്ന വേവ്സ് ഉച്ചകോടിയുടെ 3ാം ദിവസമായ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ദേശീയ സമ്മേളനം നടക്കും. രാജ്യത്തെ ലഹരിമുക്തമാക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറിയും പുകയുമുണ്ടായ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 38 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.